എന്തോ പറ്റി അപ്പ മുത്ത ലവ് യു ടു ഗൈസ് ലവ് യു ടു. അപ്പോൾ ആദ്യമേ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ടൊരു കാര്യം ഞാൻ പറയാം. നീൽ വി സിയോ വി സിയിലോട്ട് പോവാം. ഞാനൊരു വി സിയിൽ ഇരിപ്പില്ല എന്നാണ് ഡിസ്കോഡ്. നീൽ ഫുൾ റിവീൽ ചെയ്തു. ഇതിന്റെ ശോകമാണ്. വേറൊരു ഗ്യാങ്ങിന്റെയും വലിയ സർപ്രൈസ് ഒക്കെ ഇങ്ങനെ ലീക്ക് ചെയ്യുന്നതെന്നോ? നീലെന്താ റിവീൽ ചെയ്ത്? നീല് ഡെഫനാടാ. ഹായ് ബ്രോ, വാട്സാപ്പ്. എന്തുണ്ട്? സുഖാണോ? എന്താണ് ബ്രോ എന്തൊക്കെയാ ലീക്ക് ചെയ്തത്? ഇവിടെ ആൾക്കാർ അത് കമന്റ് അടിക്കുന്നുണ്ട്. ലീക്കോ? എന്താ ബ്രോ ലീക്ക് ചെയ്തത്? എന്ത് ലീക്ക് ചെയ്ത്? ഞാൻ ഒന്നും ലീക്ക് ചെയ്തില്ലല്ലോ. ബ്രോ എന്താ ലീക്ക് ചെയ്തേ? ചിലവരെ റിക്രൂട്ട്മെന്റ് ചില ഗ്യാങ്ങിന്റെ. ബ്രോ വേറൊരു ഗ്യാങ്ങിന്റെ സർപ്രൈസ് ഒക്കെ ഇങ്ങനെ ലീക്ക് ആകുന്നത് വളരെ ശോകമാണ് എന്നാണ് പറയുന്നത്. പിന്നെ അപ്പൊ ഒരു സർവർ റൺ ചെയ്ത് കാണാൻ എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല. എന്താണടാ നീ എന്തൊക്കെയാണ് അവിടെ നിന്ന് പറഞ്ഞേ? ഞാൻ പുതിയ റിക്രൂട്ട്മെന്റ്സിന്റെ കാര്യം എന്റെ അടുത്ത് ചോദിച്ചു. അവ എവിടെ പോയി? ഞാൻ പറഞ്ഞ RC7 പോയി. എവിടെ പോയെന്ന്? RC7 ഇതാണ് ഗ്യാങ്ങിന്റെ പേര്. CR7 എന്നേ വായിൽ വരൂ. അവിടെ പോയത് കൺഫേം ആയോ? അല്ലാണ്ട് അവിടെ കയറാനാണ്. അതും ഒരു ശരിയായ ഒരു കാര്യം അല്ലേ? അല്ലെങ്കിൽ അപ്പാപ്പൻ പുതിയ ഗ്യാങ് സ്ലോട്ട് തുടങ്ങേണ്ടി വരും. എനി ന്യൂ സജഷൻസ്? എന്റെ പൊന്നെ പിള്ളേർ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനെന്ന് പറയുന്ന വ്യക്തി ഇനി ഒരു പ്ലെയറിനെയും സജസ്റ്റ് ചെയ്യാൻ പോലും പോകത്തില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും സജഷൻ ആയിരിക്കും. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഒരു സ്കിൽ വൈസ് എനിക്ക് തെറ്റിട്ടുണ്ടോന്ന് ചോദിച്ചാൽ തെറ്റിയിട്ടില്ല. പക്ഷെ എന്താണ് പറയാ, ബാക്കി എന്നെ കണ്ടാപ്പി നിനക്ക് എന്ത് പറ്റി? സിറ്റി കേറണ്ടേ? ഇത് എന്താ കേറാൻ പറ്റാത്ത? 150 സ്റ്റക്ക് ആവേറ്റി. എന്തുവാ നിന്റെ പ്രശ്നം? എന്താ ഞാൻ നോക്കട്ടെ. 150 ലോഡിംഗ് സ്ക്രീനിൽ സ്റ്റക്ക് ആവും. ഡൗൺലോഡിംഗ് സ്റ്റക്ക് 150. നോക്കട്ടെ. എന്റെ ലൈവ് കാണുന്നുണ്ടോ? വാർപ്പിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ കേട്ടോ. ഒരു സെക്കൻഡ് അല്ലേ അത്? പുതിയ ലൈവായിട്ടൊന്നും വരത്തില്ല. നിനക്ക് അപ്പൊ തന്നെ സ്റ്റോപ്പ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇതിലത് 86 പേരുണ്ട് സിറ്റിയില്. നിനക്കെന്താ കയറാൻ പറ്റാത്ത? വാർപ്പിട്ട നിന്റെ കണക്ഷൻ കേരള വിഷനല്ലേ? കേരള വിഷന് പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ, എല്ലാം ഓക്കെ ആയിരുന്നില്ല ഇന്നലെ വരെ. ഇല്ല, 150 ഇപ്പൊ ചെക്ക് ആവുന്നുണ്ട്. എന്റെയും കേരള വിഷയം കേരള ശിശുവായിരുന്നു. അതെ, വീണ്ടും 150 ചെക്കായി കേരള വിഷയം. വാർപ്പിട്ടപ്പോ മാറി കേട്ടോ 150 ചെക്ക്. വാർപ്പിടുമ്പോ മാറൂടാ. ഞാൻ കണക്ട് ചെയ്ത് നോക്കട്ടെ. എന്റെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയില്ല. മാനിഫെസ്റ്റ് കണ്ണാപ്പി എനിക്കാ സത്യം പറയട്ടെടാ. എനിക്ക് ഈ കണ്ണാപ്പിനെക്കാട്ടിലും ഇഷ്ടം വെള്ളമടിച്ച കണ്ണാപ്പിനെയാണ്. സോറി, നല്ല ശുദ്ധമായ വെള്ളം ദിവസം കൊണ്ട് ഞാൻ നിർത്തി. ഇനി വയ്യ. അന്നത്തെ ദിവസം കൊണ്ട് അപ്പാപ്പന്റെ ഫ്രണ്ടിലുള്ള അറ്റാക്ക് വന്നവരായിരുന്നു വീണത്. ഞാനൊരു ലൂപ്പിൽ പെട്ടുപോയി. അപ്പാപ്പ ഒരു ലൂപ്പിലൊന്ന് പെട്ടുപോയോ? ഞാനൊരു ലൂപ്പിലായി പോയി. അത് കേട്ട കാര്യം തന്നെ ഒരു 10, 15, 20 വട്ടം ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ വിഷമമായിരുന്നു ഒരു വട്ടം അപ്പാപ്പ അപ്പാപ്പ ഒരു 50 വട്ടം അത് കേട്ടു. വീണ്ടും ഒരു 5 മിനിറ്റ് ഞാൻ ഇവിടെ കാണുമ്പോ മുങ്ങി നടക്കുമായിരുന്നു. ഇവിടെ കാണുമ്പോ ഞാൻ അപ്പാപ്പൻ അതൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ മാറി, വീട്ടിൽ നിന്ന് മാറി റൂമൊക്കെ എടുത്ത് രാത്രി ഉറക്കിയോ? അവസാനം ഗതികെട്ട് പോയി റൂമെടുത്ത് പോയി കിടന്ന് ഉറക്കിയതാ. ഗതികെട്ട് ഒറ്റയ്ക്ക് പോയി തന്നെ റൂം എടുത്ത് ഉറങ്ങി. ഉറങ്ങാൻ പറ്റണ്ടേ?
ഞാൻ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാം അപ്പൊ ബുദ്ധിമാനായിട്ട് എന്ത് ചെയ്ത് എനിക്ക് വേണം വൈകുന്നേരം 5 മണി വരെ ഇരിക്കും. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഒരെണ്ണം കയറ്റി വെച്ചിട്ട് ഞാൻ അണ്ണന്റെ റൂമിൽ പോയി എനിക്ക് സുഖമായിട്ട് കിടന്നു പോകും. അതാകുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ പിന്നെ അവസാനം 6 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ കിടക്കാൻ സ്ഥലം കാണത്തില്ല, സോഫയൊക്കെ ചുരുണ്ടുകൂടി കിടക്കേണ്ടി വരും. അതിൽ സുഖം തന്നെയല്ലേ. നേരത്തെ ഉറങ്ങുന്നോണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. താമസിച്ച് ഇറങ്ങുന്നവർക്കല്ലേ ഉറങ്ങാൻ സ്ഥലത്തിന് പ്രശ്നമുള്ളതല്ലേ. സ്ഥലത്തിന് നേരത്തെ ഉറങ്ങി പിന്നെ അന്നത്തെ നമ്മളെ വീട്ടിൽ കയറ്റത്തില്ലെന്ന് മാച്ചൂസ് പറഞ്ഞു കേട്ടാ. അല്ലല്ല എന്നെ കയറ്റല്ലോ ഭാര്യയായിട്ടുള്ളവരെ കയറ്റേ. ഞാൻ സർവർ കേറിയിട്ടുണ്ട്. അപ്പം കണക്ഷൻ ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. വാർപ്പിട്ടൊക്കെ കേറി കേട്ടോ. വാർപ്പിടട്ടെ. അയ്യോ അയ്യോ നടക്കട്ടെ. Papan, Yes, coach. how are you? കോച്ചാണ് പാപ്പ, ഈ കോച്ചാണ് പാപ്പ സിംഗിൾ വെച്ച് என்ன கோச்? How are you ன்னு கேட்டேன். ஐ அம் குட் கோச். நீங்க தான் ரொம்ப பெரிய ஆள். நீங்க போயிட்டீங்க, என்ன கூப்பிடவே இல்லை. இந்த வழி தான் போனோம், ஆனா அப்பவும் கூப்பிடவே இல்லை. போட்டோம் சார். என்ன என்ன ஹலோ 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 வேணாம் கோச், எதுவும் சொல்ல தேவையில்லை, எனக்கு எல்லாமே പുരിഞ്ചത്. വിളിക്കാണ്ട് പോയില്ലേ ഒന്നും പറയണ്ട. വിളിക്കാണ്ട് എവിടെ പോയി? ഇതൊക്കെ താൻ പോണേ. നല്ല കാര്യമൊന്നുമില്ല. പോസ്കോ ഫെക്സർ പോയത് ഭയങ്കര ബാഡായിരുന്നു. ഫെക്സർ പോയതില് അവന് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ അവന്റെ മൈൻഡ് സെറ്റില് അവൻ വിളിച്ചുകൊണ്ട് വന്ന ആൾക്കാര് എന്താ ഇങ്ങനെ പോയെന്ന് പറയുമ്പോഴത്തേക്ക് അവന് ചിലപ്പോൾ ഭയങ്കര ബാഡായതുകൊണ്ടായിരിക്കും അവൻ ഇറങ്ങിയത്. നമുക്കറിയത്തില്ല എന്താണ് അവന്റെ റീസൺ എന്നുള്ളത്. അവൻ പറയട്ടെ. നീല നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ട് നീലെ? യെസ്. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും റിക്രൂട്ട്മെന്റ് സജഷൻ. ഞാൻ ഈകളോടൊരു ഇത് സൂചിപ്പിച്ച് ഞാൻ വിട്ടത്. അത് ഇവൻ വന്നിട്ടാണ് എന്നോട് പറഞ്ഞ അവന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഇളക്കി എന്നെ. ഇവൻ ഒറ്റൊരുത്തം കാരണം. നമ്മൾ ചിലരെ വിശ്വസിക്കുക, അവര് മുമ്പിക്കോ നമുക്ക് മനസ്സിലാവില്ല. എന്താ നീലെ മുമ്പി? നമ്മള് ചിലവരെ കണ്ണടച്ച് വിശ്വസിക്കും, അവര് പക്ഷെ ഊമ്പിക്കോ നമുക്ക് മനസ്സിലാവൂലല്ലോ. അത് ഊമ്പിച്ചതിന് ശേഷം മനസ്സിലാവും ഊമ്പിച്ചെന്ന്. എന്തായാലും അതിലൊന്നും എനിക്ക് പറയാനില്ല, മറുപടികളൊന്നും. എല്ലാം എന്റെ തലയിലാക്കിയില്ലേ, എനിക്ക് പൊങ്കാലായിരിക്കും അടിക്കാൻ പറ്റുമോ? അയ്യോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിനെല്ലാം കാരണം ആരാണ്? നീലാണ്. എങ്ങനെ റിക്രൂട്ട്മെന്റ് ലീക്ക് ആക്കി? ഞാൻ ആ കൂടെ നീ കൊണ്ട് കേസ് കൊടു. റിക്രൂട്ട്മെന്റ് ലീക്ക് ആയിരുന്നു. അതിനിപ്പോ എന്താ ഗൈസ്, നിങ്ങൾ ഞാൻ ഒരു ചോദ്യം സീരിയസ് ആയിട്ട് ചോദിക്കും. കെവിയിൽ നിന്ന് ടിവിയിൽ നിന്ന് അസൻസിയയും കെവിയിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സും ഇറങ്ങിയത് ഓൾറെഡി കെവി നല്ല ലൈവിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്നത് പോലെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് വേറൊരു ഗ്യാങ്ങിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത്രയും കാര്യം കേട്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേതെങ്കിലും ഒന്നാണ് സംഭവം. മനസ്സിലായോ? അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സാധനം കേട്ടോ, ആരും പടച്ചു വിടുന്നത്. അത് T47 വാൽഹല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം മറ്റേ ഒരു കോയിന്റെ അപ്പുറം അല്ലേ, തീട്ടോ പട്ടിത്തീട്ടോ. അപ്പം അതാണ് പാപ്പാനെ ഇപ്പൊ കൊണ്ടുപോകും ഞാൻ പറഞ്ഞോണ്ട്. എന്ത് കേട്ടില്ലേ അപ്പാപ്പനാ പറഞ്ഞത്? ഞാനാ ഞാൻ പറയാത്ത വാക്കുകളൊന്നും നീ എന്നെ ഇഞ്ചക്ട് ചെയ്തല്ലേ? അപ്പാപ്പൻ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു. കോയിന്റെ അപ്പുറം ഇപ്പുറം അപ്പാപ്പനാ പറഞ്ഞു. നമ്മള് കേട്ടു നമ്മുടെ അടുത്ത് പറഞ്ഞാന്ന് ഇങ്ങനെ പറയാൻ. എടാ ബോബിടാ ഇറക്കല്ലേ, നമ്പർ ഇറക്കല്ലേ നീ? സോറി ഗൈസ്, ഞാൻ എന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് കൊണ്ട് ഞാൻ താഴെ പോകത്തില്ല. കേട്ടാ, ഞാൻ കെ വി അപ്പാപ്പനെ മാറ്റി വെച്ചേക്കുവാണ്. ഞാനിപ്പോ വളരെ നിങ്ങളോടൊക്കെ എന്ത് സ്നേഹമാണ് എനിക്ക്, അല്ലേ? നിന്നെയൊക്കെ ഞാൻ എപ്പോഴെങ്കിലും ഒരു കാര്യത്തിനെങ്കിലും വഴക്ക് പറഞ്ഞ് കണ്ടിട്ടുണ്ടോ? അത് നിങ്ങളുടെ ബർത്ത്ഡേ ഒഴികെ പറ. ഒരു കാര്യത്തിൽ പോലും ഞാൻ ഇവരെ മനസ്സുകൊണ്ട് പോലും വിഷമിപ്പിക്കാറില്ല, അറിയാവോ? എന്നിട്ടാ നീയൊക്കെ എന്നെ ഇങ്ങനെ വേണ്ടടാ, വിഷമമുണ്ട്. ഇതിനുള്ള ശിക്ഷ സിറ്റി കയറിയിട്ട് തരാം. ഗാങ് ഫണ്ട് ചോദിക്കാന്ന്. എനിക്ക് പനിയാണ്, ഞാൻ പോയിട്ട് വരാം. മുങ്ങരുത് നീ.
ആ പിന്നെ Mr. ആർക്കൊക്കെ Bravo എന്തൊക്കെയാണ് Gaming. ചോദിക്കാനുള്ളത് നിങ്ങൾ എനിക്ക് ഫസ്റ്റ് ചോദ്യം ഓ, മിസ്റ്റർ ദൈവമേ. ബ്രാവോ ഗെയിമിംഗ് ചോദിക്കും പ്ലീസ് TDM എപ്പോ വരും? TDM എല്ലാം വന്നിருக்கு സെർവർ റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ മാപ്പ് ഒന്ന് തുറന്ന് നോക്ക് അതുണ്ടോ ഇല്ലയോ ഇല്ല എന്ന്. ഇല്ല വന്നിട്ടില്ല വന്നിട്ടില്ല. വന്നിട്ടില്ല. ഞാൻ സിറ്റി കയറി ആദ്യം നോക്കിയതാണ്. വന്നിട്ടില്ലേ? ഞാനും അതേ നോക്കിയത്. ഇല്ല. വന്നിട്ടില്ല. ഇതുവരെ ജോബ് വന്നിട്ടില്ല. മറ്റേ ഇട്ടെന്നാന്നല്ലോ സ്കൂബ എന്നോട് ജോബും പറഞ്ഞേ. വന്നിട്ടില്ല. ഏ? സ്കൂബ ജോബും വന്നിട്ടില്ല. ജോബും ഇല്ല, TDM ഇല്ല. എടാ പോടാ. ஜாபும் இல்லாம டிடிஎமும் ഇല്ല, இல்லாம ഇന്ന് മൊത്തം ഇല്ല எதுவுமே പാപ്പ. இல்லாம எப்படி ഇന്ന് கேங் രാവിലെ ஃபண்ட் கொடுக்க തൊട്ട് முடியும் பாப்பா? TDMന്റെ അകത്ത് എങ്ങനെയാ കോച്ച് നിങ്ങൾ ഗ്യാങ് ഫണ്ട് കൊടുക്കുന്നത് പറഞ്ഞു തന്നെ എനിക്ക്. இதெல்லாம் ആ ஃபேக்ட் பாப்பா. TDM എങ്ങനെയാ നിങ്ങൾ ഗ്യാങ് ഫണ്ട് കൊടുക്കുന്നത്? முன்னாடியே ஒரு 500 ஒரு கில்லுக்கு 500 குத்துறீங்க. இப்ப அது கூட അത് கொடுக்க ഏത് കാലത്ത്? அதெல்லாம் திருப்பி ரிட்டர்ன் எடுத்துருவாங்க. പാപ്പ എഡ്വിൻ എന്ന് പറയുന്ന പുള്ളിക്ക് ഒരു ഹായ് കൊടുക്കുന്നു. ഹായ് 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 എഡ്വിൻ ഹായ്. പാപ്പാ സിറ്റികറിന്റെ ഏഷ്യനെറ്റിന് ഞാൻ മെയിലിൽ ടിക്കറ്റ് എല്ലാം അയച്ചു കേട്ടോ. അപ്പൊ ശരിയാക്കി തന്നവര്. എന്തെന്ന്? ഏഷ്യനെറ്റുകാരൊക്കെ മെയിലൊക്കെ അയച്ചാ സിറ്റി കയറാനായിട്ട് അപ്പൊ എന്ത് പറഞ്ഞവര്? ശരിയാക്കി തന്ന്. തന്നാ? അതിന് ഒന്ന് പിറ്റേന്ന് കയറിയായിരുന്നു. അത്രേ ഉള്ളു. അപ്പൊ ഇതാണ് അപ്പൊ ഇനി കേറാൻ പറ്റാത്തവർക്ക് എല്ലാവർക്കും ഞാനൊരു സാധനം അയച്ചു തരാം. ആ സാധനം കൊടുത്തു കഴിഞ്ഞ് നിങ്ങളുടെ അതായത് നീ ചെയ്ത എന്താ നീലേ കറക്റ്റ് ആയിട്ട് പറഞ്ഞേ? ഞാൻ കക്കാശി. ഇങ്ങനെ ഉം. സിംഗപ്പൂരിനോടുള്ള സെർവറിലൊന്നും കയറാൻ പറ്റത്തില്ല എന്ന് എനിക്ക് മറ്റേ സാധനം സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് കൊടുത്തു. മറ്റേ ഏതാ? സെൻഡ് ചെയ്യൂലേ പാക്കറ്റ്സ് മറ്റേ മറ്റേ സാധനം വെച്ചിട്ട് ആഹാ ഞാൻ അങ്ങനെ അയച്ചു കൊടുത്ത്. പിറ്റേന്ന് ഞാൻ രാത്രി കയറി നോക്കിയപ്പോ സെറ്റായി കയറാൻ പറ്റുന്നു. റെഡിയായി അല്ലേ? അപ്പൊ നീ കാരണമാണ് ഏഷ്യാനെറ്റുകാർക്ക് എല്ലാവർക്കും ഇപ്പൊ സർവറിൽ കയറാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? കാരണം ജോലിക്ക് മനസ്സിലായില്ല. ജോലി പറയുക അതെ 2 ദിവസം ഞാൻ നോക്കി കയറാൻ നടന്നില്ല, ഇതിലെ കയറിയപ്പോ കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നീൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഏഷ്യാനെറ്റിന് മെയിൽ അയച്ചത് കൊണ്ട് മാത്രമാണ് നീലിൽ സർവറിൽ കയറാൻ പറ്റിയത്. നീലല്ല ഏഷ്യാനെറ്റുകാർക്ക് മൊത്തം അടിക്കൊരു കൈയടിയെന്ന്. ഇതിപ്പോ നാളെ പോവും ഉറപ്പാന്ന്. എന്നൊക്കെ പൊക്കി പറയാം അന്നൊക്കെ പോവും. അപ്പൊ നീല് പറഞ്ഞത് ഏഷ്യാനെറ്റിന്റെ പ്രശ്നം മാറി എന്നാണ് നീല് പറഞ്ഞിരുന്നത്. അപ്പൊ ഇനി അടുത്തത് ഭാരതി എയർടെലിന്റെ കാര്യം ഞാൻ വ്യക്തമാക്കി പറഞ്ഞുതരാം. ഞങ്ങളുടെ ഹോസ്റ്റിനോട് ഞങ്ങൾ പറഞ്ഞു, അത് ഹോസ്റ്റ് നടത്തുന്ന ചേട്ടന്മാരെ, നമ്മുടെ സെർവറിൽ കളിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് സെർവറിൽ കണക്ട് ആവാനേ പറ്റുന്നില്ല, ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ചേട്ടന്മാരെ ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കുവാണ്, അത് ഭാരതി എയർടെൽ ആണോ എന്ന്. അവരുടെ ചോദ്യം കണ്ടപ്പോഴേ നമുക്ക് എന്തോ പന്തികേടടിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു അതെ എന്ന് പറയുമ്പോൾ അവർ പറയുവാണ് വി കാൻ ഡു എനിത്തിങ്. അതായത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാരോട് അവരുടെ പ്രൊവൈഡറിന് മെസ്സേജ് അയക്കാൻ പറയാൻ. അങ്ങനെ അവർ പറഞ്ഞ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ നീലിനോട് പറഞ്ഞത് ഇടാ മോനെ നീ ഇങ്ങനെ ഇതേപോലെ മെയിൽ അയക്കി സെറ്റാകുമെന്ന് പറഞ്ഞ് സെറ്റായി. അപ്പൊ നീല നമ്മുടെ കൂട്ടത്തിൽ ആരാണ് എയർടെലുള്ള? അവർക്കും ഇതേ സെറ്റപ്പ് പറഞ്ഞോണ്ട്. എയർടെൽ ഒന്നും അറിയത്തില്ല. എയർടെൽ ഉപയോഗിക്കാറുണ്ടോ ആൾക്കാര്? മാത്രം അബബ എന്താ ഇങ്ങനത്തെ അവസ്ഥ? ഓരോ മൈരന്മാർ വരും, എന്നിട്ട് എല്ലാമായിട്ട് സിങ്കാവും, എന്നിട്ട് ഊമ്പിച്ച് വേറെ എങ്ങനെയും പോവും. പിന്നെ എന്തിനാ ഇങ്ങനെ കേറുന്ന മയിർ? അത് ഹലോ ഞാൻ ലൈവാണ്. ഹലോ എല്ലാരും നോക്കൂ, ലൈവ് ഇവിടെ ലൈവ് നോ VC ഇരുന്നോണ്ട് ലൈവ് ഇല്ലാത്ത കാര്യങ്ങൾ പറയത്തില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നോക്കൂ, നിനക്ക് ബാനാണ് സെർവറിൽ 2 ആഴ്ചത്തേക്ക് കേട്ടോ. എന്തിന് ബാനാണ്, ഗ്യാങ് കയറിയുണ്ട്. പിന്നെ ഞാൻ എന്തോ അതിനോട് പറഞ്ഞ കോക്കു, എനിക്ക് സെർവർ നോക്കാൻ ആളെ വേണമെന്നല്ലേ പറയാം. നിന്നോട് ആരാ പറഞ്ഞ ഗ്യാങ് കയറാൻ? ഞാൻ വിചാരിച്ച് ഞാൻ ബ്രാവോനെ കൊണ്ട് ഉണ്ടാക്കിയ ചില സാധനങ്ങൾ കണ്ടെന്ന്. ബ്രാവോനെ കൊണ്ട് ഉണ്ടാക്കി? നീ എന്തുകൂടെ എന്നെ കൊണ്ട് ഉണ്ടാക്കി? ഒന്നുമില്ല ചെറുതായിട്ട്. അത് ഇതുവരെ കണ്ടില്ലല്ലേ? അത് കണ്ടിട്ടൊക്കെ വന്നായിരുന്നല്ലോ. അത് ഞാൻ കണ്ടില്ലെന്നും ഞാൻ അറിഞ്ഞില്ലെന്നും. ഇല്ലല്ലേ? ഇത് കണ്ട എടാ ഇത് ഇവരെന്തോ ഉണ്ടാക്കി? അത് വന്നായിരുന്നല്ലോ കണ്ടനായിട്ട്. ആണോ? മിസ്സായി പോയി കേട്ടോ. അല്ലെങ്കിൽ അവളായിരിക്കും, എന്റെ ഭാര്യ ആയിരിക്കും കണ്ടെ. ഇത്രേ ഉള്ളൂ. സി ഇവിടെ ഇപ്പം TVയില് ഇന്ന പ്ലെയർ കളിക്കണം അല്ലെങ്കിൽ ഇവര് കളിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് ഒരു നിർബന്ധം TVക്കില്ല. ഇവിടെ കളിക്കുന്നവര് ഇവിടെ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ കളിച്ചാൽ മതി.
അവരുണ്ടെങ്കിൽ മാത്രമേ ടി വിയെ മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊരു സംഭവം ഇല്ല. അപ്പം ഈ ഒരു ഗ്യാങ്ങിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഒരു ഗ്യാങ്ങിൽ നിന്ന് കുറേ ആൾക്കാർ ഇറങ്ങിപ്പോയപ്പോഴും ഈ ഗ്യാങ് ഇവിടെ ഇപ്പം ഇതേപോലെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കും. മനസ്സിലായോ? സോ അതുകൊണ്ട് പോയതിനെ പറ്റി നമുക്ക് ആർക്കും ഇവിടെ ഒരു വിഷമമോ ഒന്നുമില്ല. അവർ പോട്ടെ, ഫോർ ദെയർ ബെറ്റർ ഫ്യൂച്ചർ, വെൽ ആൻഡ് ഗുഡ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഇത്രേ പറയാനുള്ളൂ. ഇത്രയും കാലം ഇവിടെ കളിച്ചു നിന്ന സമയത്ത് അവരുടെ ഫുൾ എഫേർട്ട് എടുത്തതിലും തന്നതിലും നന്ദി ആൻഡ് താങ്ക്സ്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ പോയിന്റെ പേര് ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. അടുത്ത റിക്രൂട്ട്മെന്റ് എടുക്കും, അടുത്ത പണി നോക്കും. അല്ലടാ നോക്കൂ. ഇന്ന് 3 പുതിയ റിക്രൂട്ട്മെന്റ്സ് വരുന്നത്. 3 പുതിയ റിക്രൂട്ട്മെന്റ്സ് ഇന്നാണോ? അല്ലല്ല, ചുമ്മാ കൂടുതൽ ഭൂമി. അതെ. ഇന്ന് 3 പുതിയ റിക്രൂട്ട്മെന്റ്സ് വരുന്നത്. 3 പുതിയ റിക്രൂട്ട്മെന്റ്സ്. അതും നിങ്ങളെല്ലാം അപ്പാപ്പന്റെ സദസ്യൻ. ഞാൻ ഡിസ്കോഡ് ഇരുന്നിട്ടേ ഉള്ളൂ, ഇതിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അപ്പോ ഇന്നത്തെ 3 റിക്രൂട്ട്മെന്റ്സ് ഇവിടുന്ന് 1 പോയെങ്കിൽ 3 തിരിച്ചു വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എടാ പിള്ളേരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവിടുന്ന് 1 പോയാൽ 3 തിരിച്ചു വരുമെന്ന്? ഇല്ല കേട്ടില്ല? ഇപ്പൊ കേട്ടില്ലേ? ശരിയാണ്. അതാണ് പറഞ്ഞേ. അപ്പൊ ഏത് ഗ്യാങ്ങിൽ നിന്നാണ് ആ 3 പേര് വരുന്നതെന്നൊന്നും നമ്മൾ പറയത്തില്ല. ഇത്രയും പറയാം, 1 പോയാ 3 തിരിച്ചു വരത്തില്ലേ? ഏത് ഇനി സജസ്റ്റ് ചെയ്യല്ലേന്ന്? ഇല്ല, അത് ഞാൻ ആദ്യമേ പറഞ്ഞു നോക്കൂ. ഇതായിരിക്കും എന്റെ ആദ്യത്തെയും അവസാനത്തെയും സജഷൻ. കോക്കുനെ ഞാൻ അന്ന് സജസ്റ്റ് ചെയ്തത് ഞാൻ ഈകളോട് പറയുന്നുണ്ട്. ഇവൻ ചതിച്ച് അടുത്ത ഗ്യാങ്ങിൽ പോകുന്നതിന് മുന്നേ ഇവരെടുത്ത് കിട്ടാൻ. സജസ്റ്റ് എവിടെയും പോയിട്ടില്ല, എവിടെ തന്നെ പോയി 2 വർഷം. ചേട്ടന്മാരെ കയറി പിടിച്ചിട്ട് അവര് നിന്നെ അടിച്ച് ജോലി പറഞ്ഞു വിട്ടിട്ട് ഇവിടെ വന്നിരിക്കും അവൻ. ഓർഡർ ഡിഗ്രഡേഷൻ പ്രശ്നമാണ്. അപ്പൊ അതേ ഉള്ളു. പിന്നെ നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത്? ചോദിക്കേണ്ടവർക്ക് ചോദിക്കാം. എന്തൊക്കെയോ ചോദിക്കാണെന്ന് പറഞ്ഞു. എന്തായിരുന്നു മാരി, എന്തായിരുന്നു എന്തോ കമന്റ് കണ്ടായിരുന്നല്ലോ. അപ്പൊ 35 ഗ്യാങ്സിലോട്ട് 40 ആക്കുമോ? കറന്റ്ലി ഇല്ല, നമ്മൾ ആക്കുന്നെങ്കിൽ പറയാം. നീലൻ AP അല്ലേ സജസ്റ്റ് ചെയ്തത്? റാവോ ഗെയിമിംഗ്. യെസ്, പണ്ട് അട്ടപ്പാടി ഡിസ്മാൻഡിലാക്കിയ ടിവിയെ കയറിയെന്ന് ചോദിക്കും. നിന്നോടാ കൊക്കുവാ ചോദ്യം. അട്ടപ്പാടി ഡിസ്മാൻഡിലാക്കിയിട്ട് എന്തിനാ ടിവിയെ കയറിയത്? പറ. പാവം മറ്റേ ഗോഹാനൊക്കെ മാറ്റണം ഡിസ്മാൻഡിൽ എത്തിച്ചെന്ന് പറഞ്ഞ പാവം ബ്രോ ടെൽ മീ. കെവിക്ക് വേണ്ടി എന്തൊക്കെ തെറിവിളി ഇതൊക്കെ ആയതാ ചേട്ടാ. അവിടുന്ന് ഇറങ്ങിയോ? നമുക്ക് 2 പേർക്കും പറയാ വോയിസ് ഇല്ല. എനിക്ക് നല്ല വോയിസ് ഉണ്ട്. ഒരു വോയിസും ഇപ്പൊ വേണേലും പറയാം. അല്ല, അപ്പാപ്പ കെവി ഇറങ്ങിയിട്ട് ടി വി വന്നു. കെവിയോട് എപ്പോഴും ഇഷ്ടം കൂറുണ്ടോ? ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ അട്ടപ്പാടിന്ന് ഇറങ്ങി, എനിക്ക് അട്ടപ്പാടിനെ എപ്പോഴും ഇഷ്ടം കൂറുണ്ട്. കാര്യമൊക്കെ പറയുന്നത് അല്ല, നമ്മള് സെയിം ആണോ? അല്ലേ? സെയിം ആണ്. പിന്നെ എന്തിനാ ഇപ്പൊ ആ ചോദ്യം എടുക്കുന്നത്? പറഞ്ഞേ. എടാ, ഇവിടെ കമന്റ് ചോദിച്ചതല്ലേ? ആ കമന്റ് ഒന്നും എല്ലായിടത്തും പറയുന്ന ഞാൻ പറയാം. ബ്രാവോയ്ക്ക് ചെറിയ അല്ലെങ്കിൽ വേണ്ട, അത് വായിക്കുന്നില്ല. വേണ്ട വേണ്ട ഞാൻ വായിക്കുന്നില്ല. ചാറ്റ് ഒരു സാധനം ലീക്കായ ഓർമ്മ കേട്ടോ. എടുത്ത് പോസ്റ്റ് സെർവറിൽ വലിയ അപ്ഡേഷൻ ഒന്നും വരുന്നില്ല കേട്ടോ. അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനാ? എന്ത് വലിയ ചന്ദ്രു സർവറി വലിയ അപ്ഡേഷൻ ഒന്നും വരുന്നില്ല. ബ്രാവോ വരുന്നുണ്ടല്ലോ. സെർവർ ഡൗൺ ആണ്, അതൊരു അപ്ഡേറ്റ് അല്ലേ? അതങ്ങനെയൊക്കെ വരട്ടില്ല. ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞ സെർവറിൽ വർഷത്തിലൊരിക്കലും അപ്ഡേഷൻ കൊണ്ടുവരായിരുന്നു. ഈ അപ്ഡേഷൻ കൊണ്ടുവന്ന് കഴിയുമ്പോ കൊറേ എണ്ണം വന്ന് പറയും ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് എടുത്ത് മാറ്റും. അത് മനസ്സിലായോ? കോപ്പി അടിച്ചാണ് ഇവിടെ വന്നത്. എക്സ്ലാൻഡിസ് മനസ്സിലായില്ലേ? ആവശ്യവും ഇല്ലായിരുന്നു. പക്ഷെ ഗോക്ക് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പച്ചക്ക് ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല. ഞാനത് വിഴുങ്ങുവാണ്.